നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശുക്രൻ, അതായത് മഹാലക്ഷ്മി ആവാം, ഗണപതി ഭഗവാനാവാം, അന്നപൂർണേശ്വരി ആവാം, സരസ്വതീ ദേവിയാവാം, ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹങ്ങളിൽ ആറാമത്തെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ഏറ്റവും കൂടുതൽ ദശാകാലമുള്ള ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ചാരവശാൽ ശുക്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണ്. ഈ ഡിസംബർ 2-ാം തീയതി, അതായത് 2/12/2024 ശുക്രൻ ഒരു രാശിമാറ്റം, അതായത് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ 27 നക്ഷത്രക്കാർക്കും ശുക്രൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ശുഭഗ്രഹമാണ്. ആ ഗ്രഹത്തിൻ്റെ രാശിമാറ്റം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് നൽകുന്നത്. 28 ദിവസം കഷ്ടിയേ ഉള്ളൂ. 2-ാം തീയതി ഉച്ചയ്ക്ക് 11:37 ശേഷമാണ് മാറുന്നത്. 11:58 ആവും മാറുമ്പോഴേക്കും. പിന്നെ 28-ാം തീയതി വീണ്ടും മാറും. അപ്പം വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസമാണെങ്കിലും ആ ഒരു ദിവസം സൗഭാഗ്യങ്ങൾ തരുന്ന, സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരാൻ, അനുഗ്രഹം തരാൻ തയ്യാറുള്ള ദേവതയാണ് മഹാലക്ഷ്മിയും ഗണപതി ഭഗവാനും അന്നപൂർണേശ്വരിയും സരസ്വതീ ദേവിയുമെല്ലാം. അങ്ങനെയുള്ള ആ ഗ്രഹത്തിൻ്റെ, ആ രാശിയുടെ മാറ്റത്തിൽ, ആ ഗ്രഹത്തിൻ്റെ രാശി മാറ്റം നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. എന്തൊക്കെ ഗുണഫലങ്ങൾ വരുമെന്ന് നോക്കാം. ചാരവശാലുള്ള മാറ്റമായതുകൊണ്ട് നമ്മളുടെ രാശി കൂറിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഗുണഫലങ്ങൾ പറയുന്നത്. ലഗ്നത്തിലുള്ളത് നമ്മുടെ ഗ്രഹനിലയിലുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് രാശിവശാലുള്ള മാറ്റം, ചാരവശാലുള്ള മാറ്റം. ഏറ്റവും കൂടുതൽ ദശാകാലം ശുക്രദശാകാലത്താണ്, 20 വർഷമാണ്. ഏറ്റവും കുറച്ച് സൂര്യദശയിലുമാണ് 6 വർഷം. ഇപ്പം എന്തായാലും നമുക്കൊന്ന് ശുക്രൻ്റെ രാശിമാറ്റം, മേടം രാശിക്കാരെ നമുക്കെടുക്കാം. മേടം രാശിയാണ് ഒന്നാമത്തെ രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാർക്ക്, മേടരാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം. ഇപ്പോൾ അവർക്ക് ശുക്രൻ നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. അത് ഇപ്പോൾ നമ്മൾക്ക് 10ലേക്ക് മാറുകയാണ്, 10-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പം നമുക്ക് ആ മാറ്റം എത്രത്തോളം ഗുണഫലം നൽകും? കാരണം 9 എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്ത് നിന്നും മാറ്റം വരുന്നത് കർമ്മസ്ഥാനത്തേക്കാണ്, കർമ്മരംഗം. അപ്പം കർമ്മരംഗം എന്ന് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കിട്ടാവുന്ന പാപപുണ്യങ്ങൾ പോലെ, അത് അച്ഛൻ്റെ അമ്മയുടെയും പാപപുണ്യമാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ ഓരോരുത്തർക്കും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കിട്ടാൻ, ആ നമ്മളുടെ ജോലി ചെയ്യുന്ന ജോലിക്കാണെങ്കിലും നമ്മളുടെ ഏതൊക്കെ കർമ്മ മേഖലയുണ്ടോ അതിൽ നിന്നും നമുക്ക് ഏറ്റവും നല്ല ഗുണഫലം വരാൻ 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ തീർച്ചയായും ഗുണഫലങ്ങൾ നല്ലതായിരിക്കും. അതിനുവേണ്ടി ശുക്രൻ്റെ കാരകത്വം ഗണപതിക്കും സരസ്വതിക്കും മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ദേവിക്കുമാണെന്ന് പറഞ്ഞു. അതിനെ വീണ്ടും ഒന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഓജരാശിയിലാണ് ശുക്രൻ വരുന്നതെങ്കിൽ, ഓജരാശി എന്ന് പറഞ്ഞാൽ മേടം ഓജരാശിയാണ്, എന്നാൽ ഇടവം വരുമ്പോൾ യുഗ്മരാശിയാണ്. അതായത് 12 രാശികളുള്ളതിൽ മേടം മുതൽ ഓജം യുഗ്മം ഇങ്ങനെ നമ്മൾ തൊട്ട് പറയും. അപ്പം ഓജരാശിയിലുള്ള മേടം രാശിക്കാർക്ക് ശുക്രൻ 10-ാം ഭാവത്തിൽ വരുമ്പോൾ അവർ ഗണപതി ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുകയും വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമമോ ഗണപതിക്ക് ഏത്തയിടലോ അല്ലെങ്കിൽ ഗണപതിക്ക് പറ്റുന്ന പോലെ ഒരു കറുകമാല സമർപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ
അവർക്ക് കൂടുതൽ ഐശ്വര്യം, കർമ്മരംഗത്ത് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം മേടൻ രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ വെള്ളിയാഴ്ച ദിവസം ഗണപതി ഭഗവാൻ ഏത്തമിടുക, ഗണപതിക്ക് കർഗമാല ചാർത്തുക, ഗണപതി ഹോമം നടത്തുക, പിന്നെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ അനുഗ്രഹങ്ങൾ തരും. സരസ്വതി ഗായത്രിയൊക്കെ ജപിക്കാം, അതുപോലെ തന്നെ ഗണപതി ഗായത്രിയൊക്കെ ജപിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയുടെ 4 പാദവും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന ഇടവം രാശി അല്ലെങ്കിൽ ഋഷഭരാശിക്ക് അവരുടെ ഭാവം വച്ച് നോക്കുമ്പോൾ അവർക്ക് 9ാം ഭാവത്തിലേക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് 9ാം ഭാവം എന്ന് പറയുന്നത് ഏറ്റവും അഭീഷ്ടഭാവമാണ്. അഭീഷ്ടം, സർവ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന, സർവ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഭാഗ്യസ്ഥാനം. 9ാം ഭാവത്തെ എപ്പോഴും നമ്മൾ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. ഈ ഇടവൻ രാശിയുടെ രാശ്യാധിപൻ കൂടിയാണ്. ഇടവൻ രാശിയുടെ രാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ, എല്ലാവരുടെയും ഭാഗ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ, അതും മഹാലക്ഷ്മിയാണ് വരുന്നത്. അവർ യുഗ്മരാശിയിലാണ്. അപ്പോൾ യുഗ്മരാശിയിലുള്ളവർക്ക് മഹാലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹവും. പക്ഷെ അവരുടെ ശുക്രൻ ഏത് രാശിയിലാണെന്ന് കണ്ടെത്തണം. ഇവർ യുഗ്മരാശിക്കാരാണെങ്കിൽ പോലും അവരുടെ ശുക്രൻ ഏത് രാശിയിലാണ് നിൽക്കണമെന്നും കൂടി നോക്കാം. പക്ഷെ എന്തായാലും ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ 9ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഫലങ്ങൾ വന്നു ചേരാം. ഏറ്റവും നല്ല ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരും. രാശ്യാധിപനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി, ശരിക്കും മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഓം ശ്രീ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അന്നപൂർണേശ്വരിക്ക് അൽപ്പാരിയൊക്കെ എടുത്തു വെച്ച് അന്നപൂർണേശ്വരി സ്തോത്രമൊക്കെ ചൊല്ലുമ്പോൾ ഇവർക്ക് കണ്ടകശനിയാണ്, 10ൽ ശനി നിപ്പുണ്ട്. എന്നിരുന്നാൽ പോലും ഈ 27 ദിവസം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഗുണങ്ങളും വന്നു ചേരും. ഇനി 3ാമത്തെ രാശി എന്ന് പറയുന്ന മിഥുനം രാശിയാണ്. മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാര്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 12ലൊക്കെ നിന്ന് അല്പം കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന ഇവർക്ക് ശുക്രൻ 8ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ശുക്രൻ മറ്റേത് ഭാവത്തിൽ വന്നാലും നല്ലതെന്നാണ് പറയുക. 8ലെ ശുക്രൻ സൗഭാഗ്യങ്ങൾ അത്ര തരില്ല എന്നാണ് പറയുക. അപ്പം വ്യാഴം 12ലായതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇപ്പം അവർ 7ലായിരുന്നു, അത് 8ലേക്ക് മാറുമ്പോൾ അത്ര ഗുണഫലങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി, സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അപ്പം ബുധൻ, ഇത് ശുക്രൻ്റെ രാശി മാറ്റം മിഥുനൻ രാശിക്കാർക്ക് വിചാരിക്കുന്ന അത്ര ഗുണങ്ങൾ ഉണ്ടാവില്ല. എന്നിരുന്നാലും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ട്. ഇനി 4ാമത്തെ രാശിയായ കർക്കിടകം രാശി. കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മകരൻ രാശിയിലേക്ക് വരുമ്പോൾ 7ാമത്തെ രാശിയിലേക്കാണ് വരുന്നത്. 7 എന്ന് പറയുന്ന ഇവരുടെ സമസപ്തമ രാശിയാണ്. അവരുടെ ഇണയ്ക്ക്, തുണയ്ക്ക്, പ്രണയിതാക്കൾക്ക് ഒക്കെ, ഗുരുസ്ഥാനത്തുള്ളവർക്ക്, മാർഗനിർദ്ദേശം തരുന്നവർക്കൊക്കെ 7 എന്ന് പറഞ്ഞാൽ ഭർത്തൃസ്ഥാനം, ഭാഗ്യസ്ഥാനം, സ്നേഹിക്കുന്നവരുടെ സ്ഥാനം, ഗുരുസ്ഥാനീയർ എല്ലാം വരും. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള യോഗം കൂടുതലുള്ളവരാണ്. ഇവരും
മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇവർക്ക് അഷ്ടമശനിയുടെ ചെറിയ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം 11-ൽ നിൽക്കുന്നുണ്ട്. സർവ്വസൗഭാഗ്യങ്ങൾ ഇവർക്കുണ്ടെങ്കിലും അഷ്ടമശനിയുടെ കഷ്ടതകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മഹാലക്ഷ്മിയുടെ മാറ്റം 7-ാം ഭാവത്തിലേക്ക് വരുന്നത് ഇവർക്ക് ഗുണഫലങ്ങൾ നൽകും. ഇനി മകം, പൂരം, ഉത്രം ആദ്യ ഭാഗം, ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 6-ാം ഭാവം അത്ര ശുഭമൊന്നുമല്ല. കാരണം ശുഭഗ്രഹങ്ങൾക്ക് 3, 6, 8, 12 അത്ര ശുഭത്വം നൽകില്ല. അതുകൊണ്ട് 7-ൽ ശനി നിന്ന് കണ്ടകശനിയൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്, കുറച്ച് ചുറ്റിത്തിരിച്ചിലും അലച്ചിലും ഒക്കെയുണ്ട്. എന്നാലും സൂര്യൻ അനുകൂല ഭാവത്തിലുണ്ട്. കാരണം വൃശ്ചികത്തിൽ 4-ാം ഇടത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് നന്മകളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാശിമാറ്റം ഒരുപാട് ഗുണങ്ങളൊന്നും ചെയ്യില്ല. എങ്കിലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സുബ്രഹ്മണ്യസ്വാമി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി വിഘ്നങ്ങൾ, തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കർമ്മ തടസ്സവും കാര്യതടസ്സവും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ശുക്രൻ അവിടെ അനുഗ്രഹ സ്ഥാനത്തല്ലാത്തത് കൊണ്ടും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. എന്നിരുന്നാലും പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ട്. ഗണപതിക്ക് ഒരു കർഗമാല ചാർത്തുക, ഗണപതി ഹോമം നടത്തുക, ഗണപതിക്ക് ശരിക്കും എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഏത്തമിടുക, സൂര്യഗായത്രി അല്ലെങ്കിൽ ഗണപതിക്കുള്ള ഗായത്രി ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടും. കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവരുടെ രാശിയിൽ തന്നെ കേതു നിൽക്കുന്നു. ലഗ്നാൽ കേതു അല്ലെങ്കിൽ ചാരവശാൽ കേതു രാശിയിൽ തന്നെ 1.5 വർഷമാണ്. അത് ജൂൺ വരെയുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. എന്നാൽ പോലും 7-ൽ കേതുവുമാണ്, 7-ൽ രാഹുവുമാണ്. അപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ വ്യാഴം 9-ലുള്ളതുകൊണ്ട് ഇവർക്ക് നന്മയാണ്. ഇപ്പം 5-ാം ഭാവത്തിലേക്ക് ശുക്രൻ വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ്. 5-ലേക്കുള്ള ശുക്രൻ്റെ മാറ്റം ഗുണഫലങ്ങൾ നൽകും. സന്തതികളെ കൊണ്ടൊക്കെ നന്മകൾ അനുഭവിക്കാൻ സാധിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാം. ഓജരാശിയായതുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സരസ്വതീ ദേവിയെ, കലാരംഗത്തൊക്കെ ഉയർച്ച തരാൻ സാധിക്കുന്ന സരസ്വതീ ദേവിയെ, വാഗ്ദേവതയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. അപ്പം നമുക്ക് തുലാരാശി എന്ന് പറയുമ്പോൾ, തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന തുലാം രാശിക്കാരുടെ രാശിനാഥൻ ശുക്രനാണ്. ആ ശുക്രൻ 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കുറേ നന്മകൾ, വീട്, അതുപോലെ വീട്ടിൽ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരാനുള്ള യോഗമുണ്ട്. 3-ാം ഭാവത്തിൽ നിന്ന് കുറേ കഷ്ടതകളും ചീത്തപ്പേരുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം രാശിനാഥൻ 4-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് വളരെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബ സമാധാനം, കുടുംബത്തിൽ ഐക്യം, കുടുംബത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരും. അപ്പം യുഗ്മരാശിയിലായതുകൊണ്ടും രാശിനാഥയായതുകൊണ്ടും മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഇനി നമുക്ക് വൃശ്ചികരാശി. വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രം വരുന്നവർക്ക് അവരുടെ 3-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെ മാറ്റം. വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പം 4-ാം ഇടത്ത് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ സമാധാനക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും 7-ൽ നിൽക്കുന്ന വ്യാഴം എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും
2-ാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ 3-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അനാവശ്യമായ പേരുദോഷങ്ങൾ, കൂട്ടുകെട്ടുകൾ മൂലം, അതുപോലെ തന്നെ കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോഴൊക്കെ കുറേ അപഖ്യാതികൾ, അത് ദുർജന സംസർഗം മൂലമൊക്കെ കുറേ കഷ്ടതകളും ചീത്തപ്പേരുകളൊക്കെ വരാനുള്ള യോഗമുണ്ട്. പേരുദോഷങ്ങളൊക്കെ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തം മക്കളായാലും സ്വന്തം സഹോദരങ്ങളായാൽ പോലും ചിലപ്പോൾ പഴിക്കുവാനുള്ള, കുറ്റം പറയാനുള്ള ഒരു യോഗം കൂടി വന്നു ചേരാം. തീർച്ചയായിട്ടും മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മകളും വന്നു ചേരും. ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ നമുക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം വരുന്ന ധനുരാശിക്കാരുടെ 2-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെ മാറ്റം. 2-ാം ഭാവം എന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെ ഭാവമാണ്. വാക്കുകളൊക്കെ പാലിക്കാൻ പറ്റുന്ന 2-ാം ഭാവത്തിലേക്കുള്ള ശുക്രൻ്റെ മാറ്റം ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. കാരണം വ്യാഴം 6-ൽ നിന്നിട്ട് കുറേ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന ഇവർക്ക് ഇപ്പോൾ ഏറ്റവും ഒരു നല്ല സൗഭാഗ്യം വന്നു ചേരുകയാണ്. ശുക്രൻ രാശി തന്നെ ഉണ്ടായിരുന്നു, 2-ലേക്ക് വരുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങളുണ്ടാവും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം, സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം വാക്കൊക്കെ പാലിക്കുവാനും സാമ്പത്തികമൊക്കെ നല്ല രീതിയിൽ വരാനും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവാനും ധനുരാശിക്കാർക്ക് യോഗം കാണുന്നു. ഗണപതിയെ പ്രാർത്ഥിക്കുക, ഗണപതി ഹോമം നടത്തുക, പറ്റുമ്പോഴൊക്കെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, കനകധാര കേൾക്കുന്നതൊക്കെ നന്നായിരിക്കും. അന്നപൂർണേശ്വരി സ്തവമൊക്കെ കേൾക്കുന്നത് വളരെ 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 നന്നായിരിക്കും. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയിൽ തന്നെയാണ് ശുക്രൻ്റെ രാശിമാറ്റം. അപ്പോൾ അവർക്ക് തീർച്ചയായും ഈ രാശിമാറ്റം ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. കാരണം 5-ൽ വ്യാഴമൊക്കെ ഉണ്ട്. ഇപ്പം 2-ൽ ശനി നിൽക്കുന്നതിൻ്റെ കുറച്ച് അലസതയും മടിയൊക്കെ ഉണ്ട്. സാമ്പത്തികം കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും രാശിയിലേക്കുള്ള ശുക്രൻ്റെ രാശി മാറ്റം ഈ 27 ദിവസം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹവും സരസ്വതി ദേവിയുടെ അനുഗ്രഹവും ഒക്കെ ഇവർക്ക് ഉണ്ടാവട്ടെ. ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദവും വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12-ാം ഭാവത്തിലാണ്. 11-ലായിരുന്നു നിന്നിരുന്നത്, സർവാഭീഷ്ട സ്ഥാനത്ത് നിന്നിരുന്നത്. ഇപ്പം 12-ലേക്ക് വരുന്നതുകൊണ്ട് വരവിനേക്കാൾ ചിലവ് കൂടുതലാവാം. ചിലപ്പോൾ ഇത്തിരി മദ്യമൊക്കെ കഴിക്കാനൊക്കെ ശീലമുള്ളവർക്കാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് അധികരിക്കാനൊക്കെയുള്ള ദോഷമുണ്ട്. ജന്മശനി അനുഭവിക്കുന്നതുകൊണ്ട് കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. അവസാനമായി 12-ാമത്തെ രാശിയായ മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2 നക്ഷത്രം. വ്യാഴം 3-ൽ നിന്നുകൊണ്ട് കുറേ കഷ്ടതകളൊക്കെ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 7-ര ശനി തുടങ്ങിയിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ ശുക്രൻ്റെ ഈ രാശിമാറ്റം, കാരണം 11-ലേക്കാണ് ശുക്രൻ വന്നിരിക്കുന്നത്, അതെന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ നന്മകൾ വരും. അപ്പോൾ യുഗ്മരാശിയിലായതുകൊണ്ട് എന്തായാലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായും ഇവർക്കുണ്ടാകും. മഹാലക്ഷ്മി എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. അന്നപൂർണേശ്വരിയുടെയും എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ലളിതാ സഹസ്രനാമം ജപിക്കുക, ദേവീ മഹാത്മ്യത്തിലെ നാരായണി സ്തുതി പാരായണം ചെയ്യുക. നവാഹത്തിലും സപ്താഹത്തിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ 27 ദിവസത്തെ രാശിമാറ്റം കൊണ്ടുണ്ടാവുന്ന ഗുണഫലങ്ങളുള്ളവർക്ക് ഗുണഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരികയും അല്പസ്വല്പം ദോഷങ്ങളുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറുകയും ചെയ്യും.
എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.